SIR അഥവാ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഏറെ വിവാദമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അപ്പോഴും തെക്കൻ കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് 100% വോട്ടർ പട്ടിക പൂർത്തീകരിച്ച ഒരാളെ പരിചയപ്പെടാം. കോവളം നിയോജക മണ്ഡലത്തിലെ 83 നമ്പർ ബൂത്തിൽ രാജീവ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 100% പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറിൽ നിന്നും പ്രത്യേക ബഹുമതി ഏറ്റുവാങ്ങിയ BLA ആണ് രാജീവ്. എന്ത് തോന്നുന്നു? സന്തോഷം. ഒരു ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നമ്മൾ ചെയ്ത പ്രവൃത്തിക്കുള്ള അംഗീകാരം കിട്ടുമ്പോഴാണ് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. അത് എനിക്ക് കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇതിന് എന്നെ സഹായിച്ചത് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരായ അശ്വിനും ശ്രീ രമ്യമൂർത്തിയുമാണ്. അവരാണ് ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ ഫീഡ്ബാക്കും ബേസിക്കും ബഹുമാനപ്പെട്ട സബ് കളക്ടറെ അറിയിച്ചത്. സബ് കളക്ടർ വീട്ടിൽ വന്ന് എൻ്റെ വർക്കുകളെ കുറിച്ച് മനസ്സിലാക്കുകയും അത് കളക്ടർക്ക് ആ ഫീഡ്ബാക്ക് കൊടുത്തത് കൊണ്ടാണ് എന്നെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും എൻ്റെ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും സാധിച്ചത്. വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം. SIR പട്ടികയുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഏറെ വിവാദങ്ങളുണ്ടായി. പൗരത്വ പട്ടികയുമായി ബന്ധപ്പെടുത്തി ഏറെ വിവാദമുണ്ടായി. ഈ വിവാദങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഭരിക്കുന്ന സർക്കാർ, ഭരണപക്ഷം, പ്രതിപക്ഷം എല്ലാവരും ഒന്നിച്ച് എതിർത്തപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു ആശങ്കയുണ്ടായി. ഇതെന്തോ പ്രശ്നമുള്ള കാര്യമാണ്, ഇത് പൗരത്വ നിയമവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ അവരുടെ ഇടയിലുണ്ടായി. അത് രാഷ്ട്രീയക്കാർ വിഷയം പഠിക്കാതെ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പഠിക്കാതെ, ബീഹാറിലൊക്കെ ഒത്തിരി വോട്ടുകൾ വെട്ടിക്കുറച്ചല്ലോ, അപ്പോൾ ഇവിടെയും അതായിരിക്കും പ്രോസസ്സ് എന്ന് കരുതിയിട്ട് അവരെടുത്ത നിലപാട് ജനങ്ങളിൽ ഒരു ചെറിയ ആശങ്ക ഉണ്ടാക്കി. എന്നാൽ എൻ്റെ പ്രദേശം ഈ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. പക്ഷെ ഞാൻ 1-2 ദിവസം കൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെയും അവരുടെ ആശങ്ക മാറ്റാനും, ഓരോ ദിവസവും ഓരോ വീട്ടിൽ പോകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് വാട്സാപ്പ് വഴി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വ്യാപകമായ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓരോ ദിവസവും ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ ഓരോ മോശം പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഞാൻ സമർത്ഥമായി നേരിട്ടു എന്ന് മാത്രമല്ല, മറ്റ് BLOമാർ ഈ പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളും ഞാൻ ഇടപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇതെന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പൗരത്വ നിയമമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അത് നിങ്ങൾ ഉറപ്പാക്കുക. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. മറ്റത്തെ കാര്യങ്ങളൊക്കെ പിന്നീട്, അതുമായി ബന്ധപ്പെട്ട് ഇതിൽ യാതൊരു സംശയം വേണ്ട എന്ന് ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിജയം. അപ്പൊ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ്? ഒരിക്കലും ഇല്ല. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയക്കാരെ പഠിക്കാത്തതുകൊണ്ടാണ്. അവർ പഠിക്കാൻ ശ്രമിച്ചില്ല. ഇത് വ്യാപകമായി വോട്ട് നീക്കപ്പെടുന്ന സത്യമാണ്. പക്ഷെ അതെങ്ങനെ നീക്കം ചെയ്യുന്നു ചോദിച്ചാൽ, ഇപ്പോഴും മരിച്ച ആളുകളുടെ ഒരു ബൂത്ത് ഞാൻ പരിശോധിച്ച ബാലരാമപുരം വില്ലേജിലെ മുഴുവൻ ബൂത്തുകളിലെ BLOമാരും എൻ്റെ അടുക്ക് വരാറുണ്ട്, എൻ്റെ സഹായം തേടാറുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം 150ഓളം മരിച്ച ആളുകൾ ഈ വോട്ടർ പട്ടികയിലുണ്ട്. അതുപോലെ തന്നെ സ്ഥലത്തില്ലാത്തവർ, ഇരട്ടിപ്പുള്ളവരുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് ഒറ്റയടിക്ക് ചിന്തിച്ചാൽ തന്നെ ഒരു 15 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ കേരളത്തിലും കുറയും എന്ന് തന്നെയാണ് എൻ്റെ പ്രാഥമികമായ ഒരു കണക്കെടുപ്പ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിനാൾ മുതലേ ചെറിയ വൈകല്യങ്ങൾ ബാധിച്ച ഒരാളാണ്. അപ്പോൾ ആ ഒരു വൈകല്യങ്ങൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും സർക്കാർ നിശ്ചയിച്ച തീയതിക്ക് മുമ്പേ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാനുണ്ടായ ചേതോവികാരം. അത് വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിനാണ്, നമുക്ക് ഇച്ഛാശക്തി വേണ്ടത് മനസ്സിനാണ്. ഇത് തീർക്കണം. ഒരു ശുദ്ധമായൊരു വോട്ടർ പട്ടിക ജനാധിപത്യത്തിൻ്റെ ഐശ്വര്യമാണ്, സൗന്ദര്യമാണെന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പം നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇരിക്കുന്ന അനർഹർ കടന്ന് മാറിപ്പോകണം എന്ന് തന്നെയാണ് എൻ്റെ ചിന്തയും. എൻ്റെ വോട്ടർ പട്ടികയിൽ ഒരാൾ പോലും മരിച്ചയാളില്ല. ഞാൻ അതത് സമയത്ത് അവരെല്ലാം നീക്കം ചെയ്യാറുണ്ട്. സ്ഥലം മാറിപ്പോയവരും വളരെ അപൂർവമാണ്, ഇല്ല. പക്ഷെ അതിനകത്ത് ഒരു 8-9 പേര് മറ്റ് ബൂത്തുകളിൽ നിന്നും എങ്ങനെയോ ഇവിടെ വന്ന് ആയിപ്പോയി. അവരോട് ഞാൻ പലവട്ടം വിളിച്ചിട്ട് ഇവിടെ നിന്ന് മാറിപ്പോകണം, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വോട്ട് ചേർക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും റെസ്പോണ്ട് ചെയ്യാറില്ല. ഒരുപക്ഷെ അവർക്ക് അവിടെ വോട്ടുള്ളത് കൊണ്ടാവാം അവർ റെസ്പോണ്ട് ചെയ്യാത്തത്. എനിക്ക് അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും കഴിയില്ല, സ്വയമായിട്ട് ഒഴിവാക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രവൃത്തി നല്ലൊരു പ്രവൃത്തിയാണെന്നും ഒരു ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയ്ക്ക് ഈ പ്രോസസ്സ് നല്ലതാണെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നൊരു ചിന്തയുണ്ടായി. പിന്നെ ശാരീരികമായ വൈകല്യം പ്രശ്നമല്ല. അത് മാത്രമല്ല, എനിക്ക് ഈ നേരത്തെ 2002 വോട്ടർ പട്ടിക ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ആളുകളെ പരിചയപ്പെടുകയും
ആ ആളുകളുമായി നിരന്തരമായി ബന്ധം പുലർത്തുകയും അവരുടെ എല്ലാം ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടാവുകയും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടല്ല മറ്റു കാര്യങ്ങൾക്കും അവരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാ വീടുമായിട്ടും ഒരു ശരിക്കും പറഞ്ഞ ഒരു BLO ആയിട്ടല്ല, അതിലും അപ്പുറത്തായിരുന്നു രാജീവിന്റെ പ്രവർത്തനം. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ പറ്റിയൊരു പോസ്റ്റാണ് BLO പോസ്റ്റ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അധികം ആസ്വദിച്ച്, ഞാനിത് ജോലിയായിട്ട് കാണുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം, ഞാനിത് ഒരു വലിയ ഹോബിയാണ്. ഇതൊരു വലിയ ആവേശമാണ്. ഓരോ ആളുകളുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ തരുന്ന സ്നേഹം, അവർ നമ്മളെ സ്വീകരിക്കുന്ന രീതി, ഇതൊക്കെ എന്നെ വീണ്ടും വീണ്ടും ഇൻസ്പയർ ചെയ്യാണ്. ഇത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് മറ്റു ബില്യന്മാർക്ക് ഞാൻ മെന്റലി സപ്പോർട്ട് ചെയ്യാനും ഇതാണ് കാരണം. ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ജനങ്ങളുടെ സേവനം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ കളക്ട്രേറ്റിൽ വിളിച്ചു വരുത്തി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി താങ്കളെ അഭിനന്ദിച്ച വാർത്തകൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാനിടയായി. അപ്പോൾ അതിനുശേഷം ഉണ്ടായ ഒരു അനുഭവം എന്തെങ്കിലും പറയാമോ? അത് ഇതിനകത്ത് ഈ ഫോം നൽകുകയും തിരിച്ചു വാങ്ങുകയും മാത്രമല്ല ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രക്രിയ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പ്രക്രിയ, ഏറ്റവും വലിയ പ്രക്രിയ എന്ന് പറയുന്നത് 2002 ആളുമായി മാപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ മാഡം എന്നോട് ചോദിച്ചു, എത്ര ശതമാനം മാപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഒരു 86% എനിക്ക് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞു, ഇപ്പോഴും ഞാൻ അതിൻ്റെ പരിശ്രമത്തിലാണ് എന്ന് പറയുകയുണ്ടായി. അവിടെ ബഹുമാനപ്പെട്ട കളക്ടറുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി തിരിച്ചു വന്നപ്പോൾ ഇനിയുണ്ടായിരുന്ന കുറച്ച് ആളുകൾ, അപ്പോൾ 94 പേരെ എനിക്ക് മാപ്പ് ചെയ്യാൻ കഴിയാതെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു, ഇനിയും എനിക്ക് 94 പേരുണ്ട്, എനിക്ക് 90% ആക്കണം എന്ന് പറഞ്ഞപ്പം എൻ്റെ സൗഹൃദങ്ങൾ ഇതായിട്ടെടുത്തു. അവർ വീട്ടിലിരുന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ, അതായത് മാപ്പ് ചെയ്യാൻ ഒരു കാരണം, ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലത്തിലെ ഒരു പേര്, ഇപ്പോൾ അബൂബക്കർ എന്ന പേരാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കൃത്യമായിട്ട് അയാളുടെ പഴയ ബൂത്ത് അറിയില്ല, പക്ഷേ നിയോജക മണ്ഡലം അറിയാം, നേമം നിയോജക മണ്ഡലത്തിലാണ്. അപ്പൊ ജസ്റ്റ് അബൂബക്കർ അടിച്ചു കൊടുത്താൽ 1000-ഓളം അബൂബക്കർ വരും. അതിൽ നിന്നും ഇവിടുത്തെ അബൂബക്കറെ കണ്ടെത്താൻ എൻ്റെ സുഹൃത്തുക്കൾ ഉറക്കം വേണ്ടിട്ട് സഹായിച്ചു. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ എനിക്കൊരു 70 പേര് മാപ്പ് ചെയ്യാനുള്ളൂ. അത് മാഡം അന്ന് ഇത്രയും ശതമാനം എന്ന് പറഞ്ഞപ്പോഴേ മാഡം ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇപ്പൊ എനിക്ക് അതിൽ നിന്നും കുറഞ്ഞ് 90% മുകളിൽ മാപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അവരൊക്കെ കണ്ടിട്ടുള്ളത്. കളക്ടറേറ്റിലെ കളക്ടറും ഉദ്യോഗസ്ഥരും. അതെ 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 ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയും അധികം ആളുകളെ മാപ്പ് ചെയ്യാൻ പറ്റിയ BLO അപ്പം ഉണ്ടാകുമായിരിക്കാം, എനിക്കത് സംശയമാണ്. പക്ഷെ നിലവിൽ മാധ്യമങ്ങളിൽ നിന്നൊന്നും അത്തരത്തിലൊരു വാർത്തകൾ കേൾക്കാനില്ല. ഇപ്പൊ നിലവിൽ ഈ ഒരു വാർത്ത മാത്രമാണ് നമ്മുടെ. അതെ, ഈ മാപ്പിങ്ങിനെ പറ്റി മാധ്യമങ്ങൾക്ക് അറിയില്ലല്ലോ. ഇതിന്റെ പ്രോസസ്, ഫോം വിതരണം ചെയ്ത് തിരിച്ചു വാങ്ങിക്കുന്നു എന്നല്ലേ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയാവൂ. പക്ഷെ ഇതിനകത്ത് മാപ്പിംഗ് എന്ന പ്രോസസ്സ് കൃത്യമായി നടന്നില്ലെങ്കിൽ വോട്ടർമാർ ഹിയറിങ്ങിന് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വോട്ടർമാർ ഹിയറിങ്ങിന് പോകരുത്, പരമാവധി ആളുകളെ എനിക്ക് മാപ്പ് ചെയ്യണം എന്നൊരു വാശിയായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിനകത്ത് ഒരു ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമിട്ടാൽ ആ ലക്ഷ്യത്തിലെത്തണം. ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല, 2 രാത്രി ഉറങ്ങിയിട്ടില്ല, പകൽ മുഴുവനും മറ്റ് BLOമാരെ സഹായിക്കും, രാത്രി ഇരുന്ന് ചെയ്യുമ്പോൾ 2 രാത്രി ഉറങ്ങിയിട്ടില്ല, ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ തന്നെ റിസ്ക് ഏറ്റെടുക്കുക, അതേ ഉള്ളൂ. എത്ര വർഷമായി ഈ BLO ഡ്യൂട്ടിയിൽ തുടരുന്നു? ഞാൻ 6 വർഷമായിട്ട് BLO ഡ്യൂട്ടിയിൽ. നിലവിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ്? ഞാൻ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് എന്നൊരു ബോർഡുണ്ട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ബോർഡിലെ ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇനിയും കൂടുതൽ ഉന്നതികളിലേക്ക് എത്താൻ സഹായകരമാകട്ടെ. തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണയോടുകൂടി, എൻ്റെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി, സഹ BLOമാരുടെ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഉന്നതങ്ങളിലെത്താം. BLOമാരിൽ സൂപ്പർമാനായി രാജീവ്. വിവാദങ്ങൾക്കിടയിലും SIR പട്ടിക 100% പൂർത്തീകരിച്ച BLOമാർക്ക് മാതൃകയാകുകയാണ് രാജീവ്. അധിക ഡ്യൂട്ടിയുടെ പേരിൽ ആത്മഹത്യകൾ പെരുകുന്ന കാലത്താണ് വൈകല്യങ്ങൾ മറന്ന് രാജീവ് തന്റെ ദൗത്യം ദിവസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിച്ചത്. മാത്രവുമല്ല, സംസ്ഥാനത്തെ മറ്റ് BLOമാർക്ക് സംശയങ്ങൾ ദൂരീകരിച്ചും റെസിഡൻസ് അസോസിയേഷനുകൾ, മത സന്നദ്ധ സാമൂഹിക സംഘടനകൾ വഴി നടത്തുന്ന SIR ക്യാമ്പുകളിലും സാമൂഹിക അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിലെ ക്ലർക്ക് കൂടിയായ രാജീവ് സദാ ഡ്യൂട്ടിയിലാണ്. ഒരു ദിവസത്തിന്റെ പൂർണ്ണഭാഗവും SIR ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. പകൽ മുഴുവൻ വോട്ടർമാരുടെ വീട്ടിലും രാത്രി പുലരുവോളം ഓൺലൈൻ വിവരങ്ങൾ എൻട്രി ചെയ്തുമാണ് രാജീവ് ദൗത്യം പൂർത്തീകരിച്ചത്. സദാ ഡ്യൂട്ടിയിലുള്ള രാജീവിനെ തേടി അടുത്ത ദിവസം സബ് കളക്ടർ വീട്ടിലെത്തി അനുമോദിക്കുകയും ചെയ്തു. നിലവിലെ എന്യൂമറേഷൻ ജോലികൾ വോട്ടർമാരെ വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ആയതിനാൽ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഫോം ഫിൽ ചെയ്യാനും രാജീവ് സഹായിയായി രംഗത്തുണ്ട്.
എന്യൂമറേഷൻ ഡ്യൂട്ടി ആരംഭിച്ച് 3-ാം ദിവസം തന്നെ വിവിധ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ മുഖേനയും അല്ലാതെയും വോട്ടർമാരിൽ ഭയപ്പാട് ഉണ്ടായിരുന്നുവെന്നും അത് മാറ്റി നൽകാൻ താൻ അധികമായി വോട്ടർമാരിൽ കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തിവന്നതായി രാജീവ് പറയുന്നു.